ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഭയമില്ല, കോൺഗ്രസിനെ ഭയമില്ല, 400 സീറ്റുകൾ നേടുമെന്ന് ഉറപ്പാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് BJP മുന്നേറുമ്പോൾ ഒരു ഏകാധിപത്യ സ്വഭാവം അത് മാറ്റി നിർത്തേണ്ടതല്ലേ? ബാക്കിയുള്ള ജനവിഭാഗം കൂടി ഇപ്പോൾ BJPയും അല്ലെങ്കിൽ മറ്റു ആ ഒരു വിഭാഗം കൂടെ നിൽക്കുന്ന ഒരു മതമോ അത് മാത്രമല്ല മറ്റുള്ള വിഭാഗത്തെ കൂടി കണക്കിലെടുക്കേണ്ട ഒരു ആവശ്യകതയില്ലേ, ഒരു ഉത്തരവാദിത്തമില്ലേ? എൻ്റെ ബഹുമാനപ്പെട്ട സഹ പാനലിസ്റ്റുകൾ ശ്രീ ചെക്കുട്ടി ആണെങ്കിലും പ്രൊഫസർ ജോർജ് ആണെങ്കിലും കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ റോണി ആണെങ്കിലും എല്ലാം അവർ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ കഴിഞ്ഞ 10 വർഷം മാത്രമേ ഇന്ത്യ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ആ തരത്തിലാണ് അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏകാധിപത്യത്തിന്റെ കാലഘട്ടം ഏതായിരുന്നു എന്നറിയാത്തവരല്ലല്ലോ നമ്മൾ. 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ കശാപ്പ് ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള നരനായാട്ടും തേരോട്ടവും അവരുടെ മകനും നടത്തിയിട്ടുള്ള തേരോട്ടവും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ഈ രാജ്യം കണ്ടിട്ടുള്ളതല്ലേ. ഞാനൊക്കെ അന്ന് ചെറിയ കുട്ടിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ചെക്കുട്ടിയും ജോർജ് സാറും എല്ലാം ആ കാലഘട്ടത്തിൽ യുവാക്കളായിരിക്കുന്ന കാലഘട്ടങ്ങളായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഈ ഇന്ത്യയുടെ സ്ഥിതി എന്തായിരുന്നു? 19 മാസക്കാലം ഈ രാജ്യത്തെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഴുവൻ തന്നെ കൽത്തുറുക്കിലടച്ച് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ തന്നെ സസ്പെൻഡ് ചെയ്ത്, കോടതികളെ മുഴുവൻ തന്നെ സസ്പെൻഡ് ചെയ്ത്, ജനങ്ങൾക്ക് ഒരു റിട്ട് പെറ്റീഷൻ, അവർക്കൊരു ആർട്ടിക്കിൾ 14-ഉം 19-ഉം ഉണ്ട് എന്ന് പറയാൻ പോലും ഒരു നിയമ സംവിധാനത്തിന് മുമ്പിൽ പോയി പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ 19 മാസം നയിച്ച ആളുകളുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഏകാധിപത്യത്തെ കുറിച്ച് പറയുന്നത്. ഇനി കഴിഞ്ഞ 10 വർഷക്കാലം ഒന്നെടുക്കുക. പ്രൊഫസർ ജോർജ് സൂചിപ്പിച്ചത് നിയമസഭയിൽ, ലോകസഭയിൽ ആളുകളെയെല്ലാം പുറത്താക്കിക്കൊണ്ട് നിയമങ്ങളെല്ലാം പാസ്സാക്കിയതാണ്. എങ്ങനെയാണ് അവർ പുറത്തായത്? എന്തിനാണ് അവർ പുറത്തായത്? സഭയിൽ സാധാരണ നിലക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന MPമാരാണെങ്കിലും MLAമാരാണെങ്കിലും അവരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് സഭയുടെ മര്യാദയുടെ ഭാഗമാണ്, അതിന്റെ റൂൾസിന്റെ ഭാഗമാണ്, അതിന്റെ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ഭാഗമാണ്. അതാണോ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും വലിയ കശാപ്പായി നിങ്ങൾ കാണുന്നത്? ഏത് നിയമമാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രത്യേകമായി പാസാക്കിയെടുത്തത്? ഈ രാജ്യത്ത് പ്രതിപക്ഷ കക്ഷികളുടെ നേതാവ് എന്നുള്ള നിലയിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ അധീർ രഞ്ജൻ ചൗധരി ആണെങ്കിലും അവർക്ക് ആ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് കൊടുക്കാവുന്ന എല്ലാ ബഹുമാനവും ആദരവും കൊടുത്തുകൊണ്ടല്ലേ അവരെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം നൽകണമെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള, ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മാത്രമേ നൽകാൻ കഴിയൂ. അതറിയാത്തവരല്ലല്ലോ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ. പിന്നെ മറ്റൊന്ന്, കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചത് രാജ്യത്ത് വലിയ ബ്രാഹ്മണിക്കൽ സംവിധാനം BJP വന്നോടെ നിലനിൽക്കുന്നു എന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത്, BJP അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിലുമെല്ലാം ഞങ്ങളുടെ പ്രധാനമന്ത്രിമാരായിരുന്നവരും മുഖ്യമന്ത്രിമാരായിരുന്നവരും BJP നേതൃത്വത്തിൽ ഇരിക്കുന്നവരെയും എല്ലാം കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അവരാരൊക്കെയാണ്, ഏതൊക്കെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്, ആരെയെല്ലാമാണ് BJP ആ തരത്തിൽ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് അധികാരം കിട്ടിയ സമയത്ത് ഞങ്ങൾ ആരെയെല്ലാമാണ് പരിഗണിച്ചിട്ടുള്ളത്. അത് ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം മുതൽ താഴോട്ടുള്ള എല്ലാ സംവിധാനങ്ങളിലും, ജനാധിപത്യ സംവിധാനങ്ങളിൽ ഞങ്ങൾ ആർക്കാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് വലിയ അനീതി നടക്കുന്നു എന്ന് ചേക്കുട്ടി അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചത്. ഈ രാജ്യത്ത് ഒരാൾക്ക്, അത് പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും മറ്റാരാണെങ്കിലും, അവർക്ക് അവരുടെ വിശ്വാസത്തെ സ്വീകരിക്കാനും ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും അധികാരമില്ല എന്നുള്ളതാണോ ഇവരെല്ലാം ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ നമ്മളുടെ സംവിധാനം? നമ്മുടെ രാജ്യത്ത് എത്രയോ മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ, നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ, അവരെല്ലാം എവിടെയെല്ലാം പോകുന്നു? നിങ്ങൾ എന്തിനാണ് ഇത്ര മുറവിളി കൂട്ടുന്നത്? രാഹുൽ ഗാന്ധിക്ക് ഒരു ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഹനിച്ചു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്. അതേ സ്വാതന്ത്ര്യം നരേന്ദ്രമോദിക്കില്ലേ? അതേ സ്വാതന്ത്ര്യം BJPക്കാർക്കില്ലേ? ഞങ്ങൾക്ക് പോയിക്കൂടെ? ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പോയിക്കൂടെ? BJPയുടെ നേതാക്കന്മാർക്ക് പോയിക്കൂടെ? അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന വലിയ സ്വാതന്ത്ര്യ ധ്വംസനം നടന്നു എന്ന് നിങ്ങൾ പറയുമ്പോ അതേ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണ്ടേ? ശരി, സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. ശ്രീ NP ചേക്കുട്ടി, അതിനുള്ള മറുപടി. കാരണം ഈ രാഹുൽ ഗാന്ധിക്ക് യാത്ര നിഷേധിച്ചത് അത് സ്വാതന്ത്ര്യം ലംഘനമായി പറയുമ്പോൾ എന്തുകൊണ്ട് നരേന്ദ്രമോദി പൂജ നടത്തുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ അല്ലേ? അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, ഇദ്ദേഹം ഒരു പൗരനാണ്. ആ വ്യത്യാസമാണ് വ്യത്യാസം.
പ്രധാനമന്ത്രിയായിരിക്കുന്ന ആളുടെ ചുമതല രാജ്യത്തുള്ള വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളുടെ എല്ലാ മതവിശ്വാസവും ഇല്ലാത്തവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ഒരു 2 വർഷം അതിൽ അദ്ദേഹം പ്രധാനമന്ത്രി പോയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അങ്ങ് കണ്ടിട്ടുള്ളതല്ലേ? അല്ല, ഞാൻ പ്രധാനമന്ത്രി പോയതിൽ ഡിസംബർ 25-ാം തീയതി വക്കീലെ ഞാൻ പറയട്ടെ, വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അവിടെ പോകുന്നു, ശരി. പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ആളുകൾ യോഗി ആദിത്യനാഥ്, പിന്നെ RSSന്റെ തലവരായിട്ടുള്ള ആളുകൾ ഒക്കെ തന്നെ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ സർ, RSSകാര് മാത്രമാണോ രാമഭക്തരായിട്ടുള്ള ആളുകള്? രാമനെന്താ RSSന്റെ പോക്കറ്റിലുള്ള ഏർപ്പാട് വല്ലതും ആണോ? സത്യത്തില് ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന നാടകങ്ങൾ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ രാമഭക്തരായിട്ടുള്ള ആളുകളുടെ നേരെ ഒരു അപമാനകരമായിട്ടുള്ള ഒരു രൂപത്തിലാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു രാഷ്ട്രീയ കക്ഷിപ്പെട്ട ആളുകൾ, ഒരു പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ, അവര് മാത്രമാണ് രാമഭക്തർ. അപ്പൊ എന്റെ നാട്ടിൽ എത്ര രാമഭക്തന്മാരുണ്ട്? രാമഭക്ത ഇവരുടെ പ്രൈവറ്റ് ലിമിറ്റഡ് ഏർപ്പാട് വല്ലതും, ഇവർക്ക് കുത്തക വല്ലതും കൊടുത്തിട്ടുണ്ടോ രാമൻ? അപ്പൊ അതാണ് അതിനകത്ത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരാൾ ഈ പരിപാടി ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഒരു ക്ഷേത്ര സന്ദർശനത്തിന് വേണ്ടി രാജ്യത്തെ ഒരു പൗരൻ എന്നതിൽ ഒരാൾ പോകുന്നു, അദ്ദേഹത്തെ അവിടെ തടഞ്ഞു വെക്കുകയാണ്. അവിടെ ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. പ്രധാനമന്ത്രി പോകണം നിർബന്ധമാണ്, പോയിക്കോളൂ, അതിനകത്തൊന്നും തടസ്സമില്ല. പ്രധാനമന്ത്രി പോയാലും പോകാനില്ലെങ്കിലും പ്രത്യേകിച്ച് രാമനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രധാനമന്ത്രി ആയതുകൊണ്ട് രാമൻ എന്തെങ്കിലും രോമാഞ്ചം വരും എന്നും ഞാൻ കരുതുന്നില്ല. ഇനി ഞാൻ പോയാലും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷെ ഒരു രാമൻ ഇത്രയും അമിത രാമഭക്തിയുള്ള ഒരാള് അവിടെ പോകുന്ന സമയത്ത് മറ്റൊരു വൈഷ്ണവ ക്ഷേത്രത്തിൽ പോകുമ്പോ അങ്ങോട്ട് അവിടെ പോകാൻ പാടില്ല എന്നുള്ള പ്രശ്നം, അത് അനീതിയാണ്. ആ ക്ഷേത്രത്തിൽ അനുമതി നിഷേധിച്ചത് BJP ഗവൺമെന്റല്ല. ആ ക്ഷേത്രത്തിൽ അനുമതി നിഷേധിച്ചത് ഈ അനീതി മാത്രമാണല്ലോ, അവിടെയാണ് പ്രശ്നം. ആ ക്ഷേത്ര ട്രസ്റ്റാണ് അനുമതി നിഷേധിച്ചത്, സർക്കാരല്ല. ആരംഭിച്ചിരിക്കുന്നത്, ആ അനീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ആ അനീതി ഒരു നീതിയാണെന്ന് ന്യായീകരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ക്ഷേത്ര ട്രസ്റ്റാണ് അനുമതി നിഷേധിച്ചത്. അവിടെ നിർത്തുകയാണ് വക്കീലെ, നിങ്ങൾ പറഞ്ഞോ. ശരി, താങ്കളൊക്കെ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരൊറ്റ വാചകം കൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ അങ്ങേ തടസ്സപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, അങ്ങ് തെറ്റിദ്ധാരണജനകമായി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞത്. ആ ക്ഷേത്ര ട്രസ്റ്റാണ് അനുമതി നിഷേധിച്ചത്, ഒരു സർക്കാരുമല്ല. അത് ഇന്നലെ വ്യക്തമാക്കിയതാണ്. മുഖ്യമന്ത്രിക്ക് ഏർപ്പാട് കൊടുത്തിരുന്നത് പ്രധാനമന്ത്രി ഓഫീസാണ്. ആ മര്യാദകൾ നിങ്ങൾ അംഗീകരിക്കണം, അത് തെറ്റാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.